In this video, we can discuss about the drugs acting on autonomic nervous system or drugs acting on sympathetic or parasympathetic nervous system. So before jumping to the drugs, let's have an idea about the nervous system and the effect of sympathetic and parasympathetic nervous system in the body. So nervous system in a human body is mainly divided into central nervous system and peripheral nervous system. And peripheral nervous system is again divided into autonomic nervous system and somatic nervous system. And this autonomic nervous system is again divided to sympathetic system and parasympathetic system. So the nervous system consists of brain, which have function of receiving, processing sensory information, initiate response, store memory, generate thought and emotions are the functions of the brain. And in case of a spinal cord, it will conduct the signal to and from the signal and control the reflex activity in the body. And the peripheral nervous system may be of sensory neuron or motor neuron. In sensory neuron, it will transmit the signal from sensory organ to the CNS, and motor neuron, it is the CNS to muscle cell. It's also known as afferent and efferent neurons. Now, this motor neurons is again classified into autonomic nervous system, which will control involuntary response, that is not in our hand, that cannot be controlled by human being. That is an automatic process that is controlled by our nervous system, and somatic nervous system which will control the voluntary movements. So നമുക്കറിയുന്ന പോലെയാണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോനോമസ് എന്നാണ്, സെൽഫ് ഗവേണിംഗ് ആയിട്ടുള്ള ഒരു നെർവസ് സിസ്റ്റമാണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയും. ഓക്കെ, സൊമാറ്റിക് നെർവസ് സിസ്റ്റം ഈസ് ആൻ കൺട്രോൾഡ് ഇൻവോളണ്ടറി മൂവ്മെന്റ്, വോളണ്ടറി മൂവ്മെന്റ്സ്. ദാറ്റ് മീൻസ് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു മൂവ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സ്കെൽറ്റൽ മസിൽസുകളൊക്കെ വരുന്ന നെർവസ് സിസ്റ്റമാണ് somatic nervous system എന്ന് പറയുന്നത്. Okay, now autonomic nervous system is again divided into parasympathetic division and sympathetic division, and the main difference is sympathetic division is for fight and flight. നമുക്ക് പെട്ടെന്ന് ബോഡി എന്തെങ്കിലും ഒരു എമർജൻസിനെ അതിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നെർവസ് സിസ്റ്റമാണ് സിമ്പത്തറ്റിക് ഡിവിഷൻ എന്ന് പറയുന്നത്. പാരാസിമ്പത്തറ്റിക് ഡിവിഷൻ ഈസ് ദ ഫോർ ദ റെസ്റ്റ് ആൻഡ് ഡൈജഷൻ. നമ്മുടെ ബോഡിയിൽ നോർമൽ ആയിട്ടുള്ള വർക്ക്, അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഒരു എമർജൻസിയിലോട്ട് നമ്മളെ ബോഡി ആക്ട് ചെയ്തു, പിന്നെ അതിനെ നമ്മളെ ബോഡി റെസ്റ്റിലോട്ട് കൊണ്ടുവരാനും നമ്മളെ ബോഡിയിലെ നോർമൽ മെറ്റബോളിസത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള നെർവസ് സിസ്റ്റമാണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, so the main difference is autonomic nervous system is self-governing. The system is involuntary and maintain the homeostasis. That is the function of autonomic nervous system. നമ്മളെ ബോഡി ഹാർട്ട് റേറ്റ് കൂടിയാൽ കുറക്കണം, അതുപോലെ ബ്ലഡ് ഫ്ലോ കൂടിയാൽ കുറക്കണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ട് ചെയ്യുന്ന ഒരു നെർവസ് സിസ്റ്റമാണ്. അതൊന്നും നമ്മളെ കൺട്രോളിലുള്ളതല്ല. ഹാർട്ട് റേറ്റ് കൂട്ടാൻ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന കാര്യമല്ല. എൻ്റെ ഹാർട്ട് റേറ്റ് കൂട്ടട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വിചാരിച്ചാൽ പറ്റുന്ന കാര്യമല്ലല്ലോ. അതാണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ബട്ട് സൊമാറ്റിക് സിസ്റ്റം ദിസ് വിൽ കൺട്രോൾ ദ വോളണ്ടറി മൂവ്മെന്റ്. ഞാൻ കൈ അങ്ങോട്ട് നീക്കണം, കൈ ഇങ്ങോട്ട് നീക്കണം എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്നത് ഇതുകൊണ്ടാണ്. അത് വോളണ്ടറി ആയിട്ടുള്ള ഒരു കൺട്രോളുള്ള നെർവസ് സിസ്റ്റമാണ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ഇൻ കേസ് ഓഫ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, ഈച്ച് ഓട്ടോണോമിക് ഫൈബേഴ്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 ന്യൂറോൺ അറേഞ്ച്ഡ് ഇൻ എ സീരീസ് ലൈക്ക് ദിസ് വൺ. ഒരു പ്രീ ഗാംഗ്ലിയോണും ആൻഡ് പോസ്റ്റ് ഗാംഗ്ലിയോണും ഒരു ന്യൂറോ മസ്കുലാർ ജംഗ്ഷനും ഉണ്ട്. ദിസ് ഈസ് ദ എഫക്ടർ സെൽ, ദാറ്റ് മീൻസ് ദ മസിൽ, എഫക്ടർ സെൽ. അപ്പോൾ ഇവിടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൽ ഒന്നിൽ കൂടുതൽ ന്യൂറോൺസുകൾ സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഇതായിരിക്കും ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് സൊമാറ്റിക് സിസ്റ്റം, ദാറ്റ് ഈസ് ഓൺലി വൺ മോട്ടോർ ന്യൂറോൺ ദാറ്റ് വിൽ ഒറിജിനേറ്റ് ഫ്രം ദ CNS ടു സ്കെൽറ്റൽ മസിൽ. Okay, so that is the main difference between autonomic nervous system and somatic nervous system. Now this is the main difference. Somatic system, mainly skeletal muscle will be supplied for the nerve organ and all the type of organs in the case of autonomic nervous system, and distal most synapses within the CNS, and autonomic system it will be outside the CNS. That nerve എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ്. നെർവ് CNS എന്നാണ് സൊമാറ്റിക് സിസ്റ്റത്തിൽ വരുന്നത്, ഔട്ട്സൈഡ് ദ CNS ആണ്, ഇൻഗാംഗ്ലിയ ആണ്
autonomic nervous system. Okay, then primary neurotransmitter is acetylcholine in case of somatic system, and in case of autonomic system it may be acetylcholine or noradrenaline. Okay, so this is the main difference. Now this is the pictorial representation of neuron which will show somatic and autonomic nervous system. In somatic system, the motor neuron is originated from the CNS, and through a single neuron it will connected to the skeletal muscle. But in case of autonomic nervous system, it is again divided into parasympathetic and sympathetic system. So both the nerve is signaled by acetylcholine from the CNS. But after that, whether it is producing acetylcholine or noradrenaline, according to that we will consider that sympathetic or parasympathetic system. Parasympathetic system എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഡൈജഷൻ അതുപോലെ റെസ്റ്റ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ നെർവസ് സിസ്റ്റം ആക്ട് ചെയ്യുന്നത്. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ്, നമ്മൾ ഒരു കണ്ടീഷനോട് ഫൈറ്റ് ചെയ്യണോ അതോ അവിടുന്ന് ഓടി രക്ഷപ്പെടണോ, ഫ്ലൈ ചെയ്യണോ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് ഈ എന്താണ് സിമ്പതറ്റിക് സിസ്റ്റവും പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. കാരണം ഇതെന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്നുള്ളത് ഞാനിപ്പോൾ പറയാം. നമ്മൾ ഇനി പറയാൻ പോകുന്ന ഡ്രഗ്സ് ആക്ടിങ് ഓൺ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ചില ഡ്രഗ്സുകൾ സിമ്പതറ്റിക് ഡ്രഗ് സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്നതായിരിക്കാം, ചില ഡ്രഗ്സുകൾ പാരാസിമ്പതറ്റിക് സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ നമ്മൾ ഇനി പറയുമ്പോൾ ഒരു ഡ്രഗ് അതൊരു പാരാസിമ്പതറ്റിക് സിമ്പതോമിമറ്റിക് ഡ്രഗ് ആണ് അല്ലെങ്കിൽ സിമ്പതോമിമറ്റിക് ഡ്രഗ് ആണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഡ്രഗുകൾ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ എഫക്റ്റാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ പാരാസിമ്പതറ്റിക് സിസ്റ്റത്തിൻ്റെ എഫക്റ്റാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പാരാസിമ്പതറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് റെസ്റ്റ് അല്ലെങ്കിൽ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു എമർജൻസി കണ്ടീഷനിൽ ഇതിന് റോളൊന്നുമില്ല. എമർജൻസി കണ്ടീഷൻ വന്നു കഴിഞ്ഞു തിരിച്ച് നമ്മൾ ആ റെസ്റ്റ് കണ്ടീഷനിലോട്ട് കൊണ്ടുവരാനാണ് പാരാസിമ്പതറ്റിക് സിസ്റ്റം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് സിമ്പതറ്റിക് സിസ്റ്റം ഇറ്റ് ഈസ് ഫോർ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഒന്നൊക്കെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ എടുക്കുക. നമ്മൾ ഒരു റോട്ടിലൂടെ നടന്നു പോവാണ്, രാത്രിയാണെന്ന് വിചാരിക്കുക. രാത്രി പെട്ടെന്ന് നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ മുന്നിലോട്ടൊരു ഡോഗ് അല്ലെങ്കിൽ നായ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്വാഭാവികമായിട്ടുണ്ടാവുക? അതൊരു എമർജൻസി കണ്ടീഷനാണ്. വി ഹാവ് ടു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. എപ്പോഴും എന്തെങ്കിലും സംഭവിക്കുക, എപ്പോഴും ഓടി രക്ഷപ്പെടാനാണ് ശ്രദ്ധിക്കുക. ഓടി രക്ഷപ്പെടാൻ വേണ്ട സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് നമ്മളെ നെർവസ് സിസ്റ്റത്തിൽ, നമ്മളെ ബോഡിയിൽ എന്തൊക്കെയായിരിക്കും വേണ്ടി വരിക? മസിലുകൾക്ക് പെട്ടെന്ന് ഓക്സിജൻ എത്തണം. ഓക്കെ, ഓക്സിജൻ എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് വേണ്ടി വരും? ഹാർട്ട് നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യണം, ഹാർട്ട് റേറ്റ് കൂട്ടേണ്ടി വരും. ഓക്കെ, അതുപോലെ കൂടുതൽ ഓക്സിജൻ വേണ്ടി വരും. അപ്പോൾ കൂടുതൽ ഓക്സിജൻ നമ്മുടെ ബോഡിയിലോട്ട് എടുക്കാൻ വേണ്ടി ബ്രോങ്കസ് ഡയലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സിമ്പതറ്റിക് സിസ്റ്റം. അപ്പോൾ ഈ പേര് പറയുന്ന പോലെ തന്നെ ഇതൊരു സിമ്പതറ്റിക്, ഒരു സിമ്പതി ആവശ്യമായിട്ടുള്ള, അങ്ങനെയല്ല അതിൻ്റെ മീനിങ് എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. സിമ്പതിക്ക് ആവശ്യമായിട്ടുള്ള എഫക്റ്റുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നെർവസ് സിസ്റ്റമാണ് സിമ്പതോമിമറ്റിക് എന്ന് പറയുന്നത്. പാരാസിമ്പതറ്റിക് പാര ആണ്. പല സമയത്തും ഇത് ആവശ്യമില്ലാതെ വന്നു കഴിഞ്ഞാൽ, ഇത് രണ്ടും ആവശ്യമുള്ളതാണ് ബോഡിയിൽ ഹീമോസ്റ്റാറ്റിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക് സിസ്റ്റവും ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നെർവസ് സിസ്റ്റമാണെന്ന് മനസ്സിലാക്കുക. അതില്ലാന്നുണ്ടെങ്കിൽ ബോഡി ഹോമിയോസ്റ്റാറ്റിസ് ഉണ്ടാവില്ല. ഇതിൽ ഇംബാലൻസ് വരുമ്പോഴാണ് നമുക്ക് അതിന് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ഓർത്തിരിക്കാൻ വേണ്ടി പാര ആണ്, പാരയായിട്ടുള്ള എഫക്ട്സുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സിമ്പതി ആയിട്ടുള്ള എഫക്റ്റുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് മുകളിൽ നിന്ന് തുടങ്ങുകയാണ്. ഐ സിമ്പതോമിമറ്റിക് ആണ്, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഐയിൽ എന്തായിരിക്കും എഫക്റ്റ് വേണ്ടി? രാത്രിയാണ്. എന്തായിരിക്കും നമുക്ക് വേണ്ട എഫക്റ്റ് എന്ന് പറയുന്നത്? രാത്രി വിഷൻ ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യണം, അല്ലേ? സോ the effect is pupil dilation, also known as mydriasis. This dilation and driasis. Okay, ഈ മൈറ്റോസിസും മയോസിസും കൺഫ്യൂഷൻ ആവരുത്. പ്യൂപ്പിൾ ഡയലേഷൻ, ദാറ്റ് ഈസ് മിഡ്രിയാസിസ്. എന്തായിരിക്കും അപ്പോൾ? നമുക്ക് കൂടുതൽ വിഷൻ കിട്ടാൻ വേണ്ടി പ്യൂപ്പിൾ ഡയലേഷൻ. നൗ നമുക്ക് ഈ സമയത്ത് നമുക്ക് ഡൈജഷൻ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ മൗത്തിൽ സലൈവറി ഗ്ലാൻഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് കൂടുതൽ സലൈവ വരണോ വേണ്ടേ? വരണ്ട, അല്ലേ? നമുക്ക് അവിടെ ഡൈജഷൻ അല്ല ആവശ്യമുള്ളത്, നമുക്കപ്പോൾ ഡ്രൈ മൗത്ത് കിട്ടും. സോ another effect is salivary gland in secretion inhibited or it will produce dry mouth. Now in case of heart,
there will be an increasing heart rate in case of sympathetic system. നേരത്തെ പറഞ്ഞു ഫൈറ്റ് ചെയ്യാൻ ആദ്യം കൂടുതൽ ബ്ലഡ് എത്തണം, അപ്പോൾ ഹാർട്ട് ബീറ്റ് കൂടുക എന്നുള്ളത്. അതേപോലെ തന്നെയാണ് കൂടുതൽ ലങ്സിലോട്ട് കൂടുതൽ എയർ വരണം, ബ്രോങ്കോ ഡയലേഷൻ ഉണ്ടാക്കണം. അതുപോലെ പെരിസ്റ്റാൾസിസ് നമ്മുടെ ബോഡിയിൽ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പെരിസ്റ്റാൾസിസിനെ ഡിക്രീസ് ചെയ്യിക്കുക അല്ലെങ്കിൽ സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യിക്കുക. ദാറ്റ് വിൽ ലീഡ്സ് ടു കോൺസ്റ്റിപ്പേഷൻ. ഓക്കെ, സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള സമയത്ത് ഡയറിയ ഉണ്ടാവുന്നത് ഹെൽപ്ഫുൾ അല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു എഫക്റ്റ്. ദെൻ അഡ്രിനാലിൻ സെക്രീഷൻ ഉണ്ടാവുന്നുണ്ട്, ഗാഡ് ബ്ലാഡർ റിലാക്സേഷൻ ആൻഡ് യൂറിനറി റിറ്റൻഷൻ. നൗ കമ്മിങ് ടു പാരാസിമ്പതറ്റിക് സിസ്റ്റം. പ്യൂപ്പിൾ പാരയായിട്ടുള്ള എഫക്റ്റ് ആണ്. രാത്രി പെട്ടെന്ന് പാരാസിമ്പതറ്റിക് സിസ്റ്റം ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പ്യൂപ്പിൾ കൺസ്ട്രിക്ഷൻ, വിഷം കുറയും. ഓക്കെ, മയോസിസ്. ദെൻ സലൈവറി ഗ്ലാൻഡ് സെക്രീഷൻ, കൂടുതലായിട്ട് സലൈവ വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഡൈജഷനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൂടുതൽ സലൈവ ആവശ്യമായിട്ട് വരും. റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വെറുതെ ഹാർട്ട് ബീറ്റ് കൂടേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്ലോ ഹാർട്ട് റേറ്റ് ഓർ ദാറ്റ് ഈസ് നോൺ ആസ് ബ്രാഡികാർഡിയ ആൻഡ് ബ്രോങ്കോസ്പാസം, ആവശ്യമില്ലാതെ ബ്രോങ്കോ ഡയലേഷൻ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പെരിസ്റ്റാൾസിസ് സ്റ്റിമുലേഷൻ, ഡയറിയ, increase in secretion that may lead to diarrhea in over action of parasympathetic system. നോർമലായിട്ട് നമ്മൾ ബോഡിയിൽ റെസ്റ്റ് ഡൈജഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബ്ലാഡർ കൺട്രാക്ഷൻ, ബൈൽ സെക്രീഷൻ വിൽ ബി എൻഹാൻസ്ഡ് ഫോർ ഡൈജഷൻ ആൻഡ് ഗാൾ ബ്ലാഡർ കൺട്രാക്ഷൻ ആൻഡ് മിച്ചുറേഷൻ, യൂറിനേഷൻ ഹെൽപ്പ് ചെയ്യുന്ന വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു സിസ്റ്റമാണ് പാരാസിമ്പതറ്റിക് സിസ്റ്റം. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യം കൂടി, ഇതൊക്കെ നിങ്ങൾ അനാട്ടമി ഫിസിയോളജി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ നിന്നാണ് ഒറിജിനൽ. ഡോർസൽ ലംബാർ ക്രാനിയോസാക്രലാണ് സിമ്പതറ്റിക് സിസ്റ്റം. ആൻഡ് ദ നമ്പർ ഓഫ് പ്രീ ആൻഡ് പോസ്റ്റ് ഗാംഗ്ലിയോണിക് ഫൈബർ 1:20 in the case of sympathetic system and 1:2 in case of parasympathetic system. Now major point to be remember is major neurotransmitter is noradrenaline in case of sympathetic system, but in case of parasympathetic system that is acetylcholine. അപ്പോൾ ഇതാണ് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രഗ്സ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അപ്പോൾ ഇനി എവിടെയൊക്കെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ നോറഡ്രിനാലിൻ വരുന്നത്? അവിടെയൊക്കെ അത് സിമ്പതറ്റിക് എഫക്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, സിമ്പതറ്റിക് നോറഡ്രിനാലിൻ വരുന്ന സ്ഥലത്ത് സിമ്പതറ്റിക് എഫക്ട്സുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അസറ്റൈൽകോളിൻ മേജർ ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ട് വരുന്ന സമയത്ത് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റമാണ് ആക്ട് ചെയ്യുക. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം നമ്മൾ. അപ്പോൾ പാരാസിമ്പതറ്റിക് എഫക്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഡ്രഗ് കോളിനർജിക് ഡ്രഗ് ആണ് അല്ലെങ്കിൽ അഡ്രിനർജിക് ഡ്രഗ് ആണ് എന്ന് പറയുന്ന സമയത്ത് കോളിനർജിക് ഡ്രഗ് വിൽ പ്രൊഡ്യൂസ് പാരാസിമ്പതറ്റിക് എഫക്റ്റ്, അഡ്രിനർജിക് ഡ്രഗ്സ് വിൽ പ്രൊഡ്യൂസ് സിമ്പതറ്റിക് എഫക്റ്റ്. ഈ സംഗതി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിരിക്കണം. ഓക്കെ, ഇനി എന്താണ് സിമ്പതറ്റിക് എഫക്റ്റ് എന്ന് പറഞ്ഞു? ടാക്ലിംഗ് ഓഫ് സ്ട്രെസ് ആൻഡ് എമർജൻസിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെർവ് സിസ്റ്റമാണ്. സിമ്പതി ഉണ്ടാക്കുന്ന എഫക്ട്സുകൾ ഉണ്ടാക്കുന്ന നെർവ് സിസ്റ്റമാണ്. ബട്ട് ഇൻ കേസ് ഓഫ് പാരാസിമ്പതറ്റിക് നെർവ് സിസ്റ്റം ദാറ്റ് ഈസ് ഫോർ റെസ്റ്റ് ആൻഡ് ഡൈജഷൻ, അസിമിലേഷൻ ഓഫ് ഫുഡ് ആൻഡ് കൺസർവേഷൻ ഓഫ് എനർജി. മേജർ ന്യൂറോ ട്രാൻസ്മിറ്റർ ഈസ് അസറ്റൈൽകോളിൻ. ദാറ്റ് സിസ്റ്റം ഈസ് നോൺ ആസ് കോളിനർജിക്. അസറ്റൈൽകോളിൻ പ്രൊഡ്യൂസ് ചെയ്ത ന്യൂറോൺസുകളൊക്കെയുള്ള സിസ്റ്റത്തിന് കോളിനർജിക് സിസ്റ്റം എന്ന് പറയാം. അത് ഉണ്ടാക്കുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് പാരാസിമ്പതറ്റിക് എഫക്റ്റ് ആണ്. അപ്പോൾ പാരാസിമ്പതറ്റിക് ആയിട്ടുള്ള എഫക്റ്റുകൾ, ആ ഫങ്ഷൻസുകളായിരിക്കും ഇങ്ങനെയുള്ള ഡ്രഗ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോ ഇനി നമ്മളിപ്പോൾ പറഞ്ഞു സിമ്പതിയും പാരാസിമ്പതറ്റിക് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇത് രണ്ടും ബാലൻസിൽ നിൽക്കുകയാണ്. ഹോമിയോസ്റ്റാറ്റിസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബോഡിയിൽ ബാലൻസിൽ നിൽക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് കൂടിയാൽ മറ്റേത് കുറഞ്ഞ് അല്ലെങ്കിൽ കൂടിയിട്ട് അത് ബാലൻസിലോട്ട് കൊണ്ടുവരും. ഇപ്പോൾ ഇത് പാരാസിമ്പതറ്റിക് സിസ്റ്റം, ഇത് സിമ്പതറ്റിക് സിസ്റ്റം. പാരാസിമ്പതറ്റിക് സിസ്റ്റത്തിൻ്റെ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് സിമ്പതറ്റിക് അൻറ്റഗോണിസ്റ്റ് എന്ന് പറയുന്ന സാധനങ്ങളും പാരാസിമ്പതറ്റിക് അഗോണിസ്റ്റ് എന്ന് പറയുന്ന സാധനങ്ങൾ. പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം അസറ്റൈൽകോളിൻ കോളിനർജിക് റിസപ്റ്ററിൻ്റെ അഗോണിസ്റ്റുകളും അഡ്രിനർജിക് ഡ്രഗിൻ്റെ അൻറ്റഗോണിസ്റ്റുകളും ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ പാരാസിമ്പതറ്റിക് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും, കൂടുതലാവും. കുറയണം എന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആക്ഷൻ. അതുപോലെ തന്നെയാണ് സിമ്പതറ്റിക് എഫക്റ്റിൻ്റെയും കാര്യത്തിൽ. ഓക്കെ, സിമ്പതറ്റിക് എഫക്റ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ സിമ്പതറ്റിക് അഗണിസ്റ്റുകൾ ആക്ട് ചെയ്യണം, അല്ലെങ്കിൽ പാരാസിമ്പതറ്റിക് അൻറ്റഗോണിസ്റ്റുകൾ ആക്ട് ചെയ്യണം. അങ്ങനെ മാത്രമാണ് സിമ്പതറ്റിക് എഫക്റ്റ് കൂടുള്ളൂ. ഇത് എപ്പോഴും ഒരു ബാലൻസിൽ നിൽക്കുക. ഒന്ന് കൂടിയാൽ മറ്റൊന്ന് ആക്ട് ചെയ്ത് ഹോമിയോസ്റ്റാറ്റിസ്, ഹാർട്ട് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ കൂടാൻ വേണ്ടി സിമ്പതറ്റിക് സിസ്റ്റം ആക്ട് ചെയ്യും, കൂടിക്കഴിഞ്ഞ് റെസ്റ്റിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി പാരാസിമ്പതറ്റിക് സിസ്റ്റം ആക്ട് ചെയ്യും. ഇത് ഒരു ഹീമോസ്റ്റാറ്റിസിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഈ ഒരു നോളജ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമുക്ക് ഡ്രഗിലോട്ട് പോകാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കോളിനർജിക് ഡ്രഗ്സ് അല്ലെങ്കിൽ
പാരാസിമ്പതറ്റിക് ഡ്രഗ്സ് എന്താണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യും. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.